പിണറായി വിജയനോട് മല്ലടിക്കണമെങ്കിൽ സുധാകരൻ വേണം. അതുതന്നെ കാരണം. സുധാകരൻ മാറട്ടെ, അടുത്ത ആൾ വരട്ടെ. ഒരാൾ വന്നാലും രക്ഷയില്ല. കാരണം അവർക്ക് ഇടി വയ്ക്കാനേ നേരമുള്ളല്ലേ, വേറെ എല്ലാം നേരമുണ്ടോ? സുധാകരൻ മതി. പുള്ളി ഇരിക്കുന്നതിന് ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. പ്രായോഗികമൊക്കെ മാറ്റാണെങ്കിൽ പിണറായി ഇപ്പം മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തേണ്ട കാര്യമുണ്ടോ? മാറ്റുന്നതിന് കുഴപ്പമില്ല. അല്ല ടേം കഴിയുമ്പോൾ മാറ്റി എന്താ വല്ലവരും കൊന്ന അത് മുരളി മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും പറഞ്ഞിട്ടില്ല. അത് ആര് വന്നാലും അവർ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടൽ സാധാരണ പതിവാണ്. പിണറായി വിജയന്റെ തട്ടകത്തെ കയറി വോട്ട് പിടിച്ച് ജയിച്ച ആളാണ് കേസുകാരൻ. സംസ്ഥാനത്തെ കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമാകുമ്പോഴാണ് KPCC അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ചുള്ള വാക്പോരുകളും മുറുകുന്നത്. കെ സുധാകരൻ തുടരണമോ വേണ്ടയോ? ജനങ്ങൾ പറയട്ടെ. KPCC പ്രസിഡൻ്റായിട്ട് അയാൾ നല്ല പ്രാപ്തിയുള്ളയാളാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് അങ്ങേര് 19 സീറ്റും പിടിച്ചില്ലേ? അത് തന്നെയല്ല. പിന്നെ ഈ പിണറായി വിജയനോട് മല്ലടിക്കണമെങ്കിൽ സുധാകരൻ വേണം. അതുതന്നെ കാരണം. എന്റെ അഭിപ്രായത്തിൽ അയാളൊരു ശക്തനാണ്. അതാണ് ശക്തനായ ഒരാളാണ്. എനിക്ക് അത്ര വേറെ ഒന്നും അറിയില്ല. ശക്തനായ ഒരാൾ തന്നെയാണ്. അത് വേണം. അത് ജോസ്ഫോട്ടം പറയാം. കാലാവധി കഴിയുമ്പം മാത്യു കുഴൽനാടനെ KPCC ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ്? ഔട്ട്സ്പോക്കൺ ആയതുകൊണ്ടാണോ? എല്ലാം ഇങ്ങനെ അല്ല, വെട്ടിത്തുറന്ന് പറയുന്നത് അയാള് അത് നിങ്ങൾ ചുമ്മാ പറയുന്നല്ലേ. അതില്ലാത്ത ഒരാളുടെ പേര് പറയാമോ? CPM ഒരാളുടെ പേര് പറയാമോ? നിങ്ങൾക്കൊന്ന് പറയാമോ ഒരാളുടെ പേര് പറയാമോ? ആന്റോണിക്ക് എന്താ കുഴപ്പം? പിന്നെ KPCC പ്രസിഡന്റ് ഹിന്ദു, പിന്നെ പ്രതിപക്ഷ നേതാവ് ഹിന്ദു, അങ്ങനെ എല്ലാം അവരങ്ങോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ശരിയാവുമല്ലോ. ക്രിസ്ത്യൻസിനെ ഒന്നും അവഗണിക്കുകയല്ലോ. അപ്പം ഒരു മാറ്റം വരികയാണെങ്കിൽ പിന്നെ ആന്റണിയോ എല്ലാവരും അങ്ങനെയല്ലേ തീരുമാനിക്കുന്നത്? എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? പിന്നെ തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പറയാൻ വിദ്യാഭ്യാസമുള്ള ആളെന്നുള്ള നിലയ്ക്ക് കുഴൽനാടനാണ്. പിന്നെ കൂടെ പൊഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ എന്നും തകർന്നു പോയ കുറേ സുധീരൻ, ഇവരെ ഒന്നും ഇനി അടുപ്പിക്കാൻ പോകും. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പിന്നെ അങ്ങനെയുള്ള ഒരാളെ ഇനി KPCCയുടെ തലപ്പത്ത് കൊണ്ടുവരാൻ പാടില്ല. സുധാകരൻ മാറട്ടെ, അടുത്ത ആൾ വരട്ടെ. അതെനിക്ക് അറിയത്തില്ല. ഏതായാലും മാറ്റം ആവശ്യമാണല്ലോ. രമേശ് ചെന്നിത്തലയുണ്ട്. ഇവരിൽ ആർക്കായിരിക്കും കൂടുതൽ സാധ്യത കൂടുതൽ? KPCC പ്രസിഡന്റ് ആവാനോ? KPCC പ്രസിഡന്റ് അവരാവാനായിട്ട് കാര്യമില്ല. ഒന്നുകിൽ ബെന്നി ബെഹനാൻ, എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ K മുരളീധരൻ. അവർക്കൊന്നും കാര്യമില്ല. വെറുതെ ആരും അറിയത്തില്ല. ചുമ്മാ ഞങ്ങളുടെ MP കാര്യം പറഞ്ഞാൽ പക്ഷെ അവർക്ക് പറയാനില്ല. ഒരാൾ വന്നാലും രക്ഷയില്ല. കാരണം അവർക്ക് ഇടി വയ്ക്കാനേ നേരമുള്ളല്ലേ, വേറെ എല്ലാം നേരമുണ്ടോ? പുതുതലമുറയിൽ നിന്ന് ആരെങ്കിലും ഒരിക്കും നല്ലത്, അല്ലാണ്ട് അവർ തന്നെ അങ്ങനെയുള്ളവർ ആരെങ്കിലും കുഴപ്പമില്ല. അതായിരിക്കും നല്ലത്. വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ വേണം. അത്രേ ഉള്ളൂ. വേണ്ട, സുധാകരൻ മാറ്റണ്ട. സുധാകരൻ മതി. നല്ല കഴിവുള്ള വ്യക്തിയാണ്. എല്ലാം പറഞ്ഞു സുധാകരൻ മാറ്റണ്ട. മറ്റേ രാഹുൽ മാങ്കുട്ടത്തിൽ. ഇപ്പം അയാൾ ഇരിക്കുന്നതിന് ആർക്കാ കുഴപ്പം? ഉള്ളിൽ തന്നെ കുഴപ്പങ്ങളുണ്ട്. അത് ചാനലുകാർ പറയുന്നതല്ലേ. പുള്ളി ഇരിക്കുന്നതിന് ഇപ്പോൾ ആർക്കാ കുഴപ്പം? ആർക്കും ഒരു കുഴപ്പമില്ല. പകരത്തിന്റെ കാര്യമല്ല പുള്ളി. ആര്? അതൊരാളല്ലേ പറഞ്ഞോളൂ, വേറെ ആരും പറഞ്ഞില്ലല്ലേ. വേറെ അതിനെക്കാട്ടിയും വലിയ മേലിലൊക്കെ ഉള്ള ആളുകൾ അതൊന്നും പറഞ്ഞില്ല. പുള്ളി അവിടെ ഇരിക്കട്ടെ. പുള്ളി അവിടെ ഇരിക്കുന്നോളും, കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ആരാ ചെയ്യുന്നത്? ഇതുപോലെ നല്ല കുറേ നാളുകൊണ്ടിരിക്കും പുള്ളി ഇരിക്കട്ടെ. പുള്ളി ആർക്കും ഒരു കുഴപ്പവും ചെയ്യുന്ന ആളല്ലല്ലോ, പിന്നെന്താ, ഇരിക്കട്ടെ. കെ സുധാകരന് പകരം ആര് വന്നാലായിരിക്കും കുറച്ചുകൂടി അടിപൊളിയാവാന്നാണ് ചേട്ടൻ വിശ്വസിക്കുന്നത്? ബെന്നി ബെഹനാൻ. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ നാട്ടുകാരനല്ലേ. അതുകൊണ്ടാണ്. ആന്റണിക്കൊക്കെ ഒരു ചാൻസ് ഉണ്ടോ? അത് പറയാൻ പറ്റൂല. അങ്ങനെ ഇപ്പൊ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇവരാരെങ്കിലും വന്ന എങ്ങനെയായിരിക്കും? അവരെല്ലാം അധികാരത്തിൽ കയറിയല്ലേ രണ്ടുപേരും.
KPC പ്രസിഡൻ്റായത് രണ്ടുപേരും. ഇനി ബെന്നി ബെഹനാന് കൊള്ളാം. ബെന്നി ബെഹനാൻ. ആ ഓക്കെ. അയാൾ എത്ര ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും മാറ്റേണ്ട ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലം. ഈ പ്രായാധിക്യമൊക്കെ കാരണം മാറ്റണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെയാ യോജിക്കുന്നത്? പ്രായാധിക്യമൊക്കെ മാറ്റാനാണെങ്കിൽ പിണറായിനൊന്നും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തേണ്ട കാര്യമുണ്ടോ? പ്രായാധിക്യം നോക്കുകയാണെങ്കിൽ അയാൾ മറ്റേ സുധാകരനായിട്ടും പ്രായം കൂടുതലല്ലേ? അയാളിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കണില്ലേ? പിന്നെ അയാളെ മാറ്റം എന്താ നിർബന്ധം? പകരം വേറൊരാൾ വരുവാണെങ്കിൽ ആര് വന്നെന്നായിരിക്കും ചേട്ടൻ്റെ ഒരു ആഗ്രഹം? എനിക്ക് പറയാൻ പറ്റിയത് ഇപ്പൊ VD സതീശനുണ്ട്, ചെന്നിത്തലുണ്ട്, യങ്സ്റ്റേഴ്സിൽ ഇപ്പൊ ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇവരിൽ ആരെങ്കിലും വന്നാൽ കുറച്ചുകൂടി അടിപൊളി ആയിരിക്കും. ഈ നാട്ടില് ബെന്നി ബെഹനാൻ അങ്ങനെയുള്ള ആൾക്കാരെയും പറയുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം മാറ്റേണ്ട കാര്യമില്ല. അയാൾ പറയുന്ന പോലെ ഇപ്പം മാറ്റേണ്ട ഓരോ ആവശ്യമില്ല. അയാൾ ചോദിച്ചിട്ടുണ്ടല്ല എന്നെ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അയാളുടെ ടൈം കഴിയുമ്പോൾ അയാൾ മാറ്റുന്നതാണ് ബുദ്ധി. ഇപ്പോൾ ഇവർ മാറ്റാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ആൻ്റോ ആൻ്റണിയും സണ്ണി ജോസഫ് കുറച്ചും കൂടി നല്ല ആളാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റും. എനിക്ക് കുറച്ച് രാഷ്ട്രീയം അറിയാവുന്നുണ്ട്. അപ്പോൾ ഈ കെ മുരളീധരൻ പറയും പോലെ കണ്ടാൽ പ്രവർത്തകർക്ക് ആളെ മനസ്സിലാവണം. മാറ്റുന്നതിന് കുഴപ്പമില്ല. അല്ല ടൈം കഴിയുമ്പോൾ മാറ്റി എന്താ വല്ലവരും കൊന്ന. ഇപ്പം മാറ്റാതിരിക്കാനും നല്ലത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് VD സതീശനാണ്. അതെല്ലാവർക്കും അറിയാം. അയാൾക്ക് ഇത്തിരി മൂപ്പിളമ തർക്കമുണ്ട്. ഇവർക്കൊരു പുത്തിരി അംഗം വെക്കണം. അതാണ് കാരണം. മാറ്റണ യാതൊരു കാര്യമില്ല. പിന്നെ KCBC എന്നെ എതിർത്തിട്ടുണ്ടല്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ മാറ്റേണ്ട കാര്യമില്ല. അല്ല ടൈം കഴിയുമ്പോൾ മാറ്റിക്കോ. അത് അയാൾ പറയുന്നുണ്ടല്ലോ. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അയാളുടെ ടൈം കഴിയുമല്ലോ. അപ്പോൾ മാറ്റിക്കോ. ഇപ്പം എന്തിനാ അടാപിടി ഇന്ന് മാറ്റേണ്ട കാര്യമില്ല. പകരം ഒരാൾ വരുവാണെങ്കിൽ ആരായിരിക്കും? ഇപ്പോൾ സാധ്യത ഇപ്പം കാണുന്ന ആൻ്റോ ആൻ്റണിക്കാണല്ലോ അവർ പറയണ. ആൻ്റോ ആൻ്റണിനെ കണ്ട അയാളുടെ മണ്ഡലത്തിലെ ആൾക്കാർ പോലും തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുരളീധരൻ പറയുന്ന പോലെ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു മുഖമായിരിക്കണം. അത് ജാതി സമവാക്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ പണിയൊക്കെ നടത്തുന്നത്. നല്ലത് മാറ്റണം. എന്തുകൊണ്ടാണ്? അല്ല പുള്ളി ഇപ്പോൾ കുറേ ആയില്ലേ താമസിച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കാതിരിക്കണം നല്ലത്. മോശത്തിൻ്റെ അല്ല, ഒരു സമയം വരുമ്പോൾ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. സമയമൊക്കെ വരുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇങ്ങനെ ഇതൊന്നും അഭിപ്രായം ഉണ്ടാക്കാണ്ട് തന്നെ മാറണമെങ്കിൽ അത്രയും നല്ലതാണ്. അതിനാണ്ട് മറ്റേ പുള്ളിക്കാരനാണ്. എന്നാൽ വേറെ പേര് പറഞ്ഞല്ല, ആൻ്റോ ആൻ്റണിക്ക്. കണ്ടാൽ ആളുകൾ തിരിച്ചറിയില്ല എന്നുള്ളൊരു അഭിപ്രായം കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായി. അത് മുരളി മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലും ഈ പാർട്ടിയിലെ ഒരു അഭിപ്രായം ഇങ്ങേർക്ക് വേണ്ടിയിട്ട് സൈഡായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. മുരളി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ ഒരു ഇതിലായിരിക്കും. അല്ലാണ്ട് ആൻ്റണിനെ അറിയില്ലെന്ന് പറഞ്ഞാൽ അയാൾ എത്ര പോലെ പാർട്ടി കോൺഗ്രസിലൊക്കെ ഉള്ളത്. ഞാൻ CPM കാരനാണ്. എന്നാലും ഞാൻ പൊതുവെ അഭിപ്രായം പറയുകയാണ്. എൻ്റെ അയാൾ കുഴപ്പമൊന്നുമില്ല. സുധാകരന് പകരം വേറൊരാൾ വന്നെന്ന് ഇപ്പൊ വരേണ്ടി വരുമല്ലോ. അത് എല്ലാവരും മാറി നിൽക്കണം. അത് കാര്യം വേറെ. പക്ഷേ ഇപ്പൊ അയാൾ തന്നെയുള്ളൊരു ആളാണ്. KPC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ പറ്റിയ ഒരാളാണ്. ഇപ്പൊ ആൻ്റോ ആൻ്റണി അതുപോലെ തന്നെ സണ്ണി ജോസഫ് ഇവരുടെയൊക്കെ പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? പിന്നെ പുതുമകളും വേണം. അല്ലാണ്ട് പഴയ ആൾക്കാരും വരില്ല. എല്ലാവരും വേണം. സുധാകരനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള അയാൾ തന്നെയല്ലേ നല്ലത്. കൂടുതൽ കുറച്ചുകൂടെ ആവശ്യമില്ലെന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു നില. മറ്റുള്ളവരെ എനിക്കറിയില്ല. ഒരു അവസാന നിമിഷം ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് ഇപ്പോൾ അത് പല ഫാക്ഷൻസിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലത്. ഞാൻ ഒരു പാർട്ടിയിൽ ഉൾപ്പെട്ട ആളല്ല. പക്ഷെ ഒരു പൊതുജനം എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി നേരത്തെ ആവണമായിരുന്നു. അത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്തിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും ഏതൊക്കെ ആൾക്കാരുണ്ട് അവരെല്ലാവരും യോജിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ട് ഒരാൾ യുനാനിമസ് ആയിട്ട് വരികയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. അല്ല അവിടെ ഇവിടെയും അത് എതിർപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എതിർപ്പ് നടത്തിക്കൊണ്ട് ഒരാളെ വരുമ്പോൾ ഗുണത്തെക്കാളിൽ ചിലപ്പോൾ ഒരു പക്ഷേ ദോഷം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഐക്യത്തിന് എപ്പോഴും ഐക്യത്തോടെ നിന്നാലല്ലേ ഒരു പാർട്ടിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ.
മാറണ്ടെന്നല്ല അതിൽ തൽക്കാലത്തേക്ക് അങ്ങനെ ഞാൻ പറയുന്നില്ല. അതായത് ഇവർക്ക് എല്ലാവർക്കും സ്വീകാരനായിട്ടുള്ള ആൾ വരികയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിലവിലുള്ള ആരാണോ അയാൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി പാർട്ടിയെ സംബന്ധിച്ച് വിജയത്തിലെ ഒരു വിജയം കിട്ടണമെങ്കിൽ എപ്പോഴും നല്ലത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി, സണ്ണി ജോസഫ് ഇവരുടെയൊക്കെ പേര് കേൾക്കുന്നുണ്ട്. ഇവർക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്? ഇപ്പം ആന്റോ ആന്റണിയും സണ്ണി ജോസഫൊക്കെ കെ സുധാകരനോളം അല്ലെങ്കിൽ കെ മുരളീധരനോളം ജനങ്ങളുടെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾക്ക് കൂടുതലും അറിവുള്ളൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും അവരൊക്കെ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസാണ് എല്ലാ ജനങ്ങൾക്കും. അപ്പോൾ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ജനങ്ങൾക്ക് ഫെമിലിയർ ആൾ വരുന്നതായിരിക്കും പാർട്ടിക്ക് എപ്പോഴും നല്ലത് എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായാലും മത്സരിക്കുന്ന സമയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള നല്ല സഹകരണമുള്ളൊരു നേതാക്കളെ തിരഞ്ഞെടുക്കണം. അല്ലാതെ ഞാനും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതിൻ്റെ മാത്രം നമ്മളൊരു കാര്യമേ ഇല്ലെന്നുള്ളതാണ്. കെ സുധാകരനെക്കാട്ടും നല്ലൊരു നേതാവിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് നല്ലൊരു ഇത്. ചെന്നിത്തല മുൻ ആളാണല്ലോ, KPCC പ്രസിഡന്റ് ആണല്ലോ. പുതിയൊരു നല്ല ആക്റ്റീവായിട്ടുള്ളൊരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവിനെയാണ് ആവശ്യം. അല്ലാതെ നമ്മൾ അക്കരെ ഇരിക്കുമ്പോൾ തോന്നുന്നു ഇക്കരെ വച്ചാന്ന് അതല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് ആവശ്യം. അത് അവർ തമ്മിൽ സഹകരിച്ച് പോകേണ്ട കേസാണത്. അതിപ്പോൾ ആരും ജനങ്ങളാരും ഒന്നും ധരിച്ചിട്ട് കാര്യമില്ല. അത് ആര് വന്നാലും അവർ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടൽ സാധാരണ പതിവാണ്. അതിപ്പോഴും അങ്ങനത്തെ കോൺഗ്രസിനുള്ള ശാപമാണത്. സുധാകരനെ മാറ്റേണ്ട സാഹചര്യങ്ങൾ ഇപ്പം നിലവിലുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം മാറേണ്ട ഗുണം തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കി ലാസ്റ്റിൽ തെരഞ്ഞെടുപ്പ് വരികയല്ലേ. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്ന് ആളുകൾക്ക് അതിൻ്റെ നേർപാടവും ഇലക്ഷൻ റിസൾട്ടും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള സമയം വേണ്ടേ. അപ്പോൾ അതിനിടയ്ക്ക് ഇടാപിടിയിൽ നിന്ന് എടുത്തിയാടി പുതിയൊരാളുകൾ, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇഷ്യൂ കൂടെ ഉണ്ട്. കമ്മ്യൂണൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈഴവ പ്രാതിനിധ്യം, ഈഴവ മന്ത്രിമാർ, അങ്ങനെയൊക്കെ ചില കോംപ്ലിക്കേഷൻ നല്ലതുണ്ട്. അതുകൊണ്ട് സുധാകരൻ മാറുന്നതിൽ വ്യക്തിപരമായി യോജിപ്പില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ പുള്ളിനെ മാറ്റണമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഞാനല്ല തീരുമാനിക്കുന്നത്, അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നമുക്കൊരു അഭിപ്രായം ഉണ്ടാവില്ലോ, ഇന്ന ആൾ വന്ന് അടിപൊളിയായിരിക്കും, കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മികവാകും. അതങ്ങനെ ആകാൻ സാധ്യതയില്ല കോൺഗ്രസിൽ. എന്തുകൊണ്ടാണ്? അത് അവരുടെ തല്ലുപിടുത്തവും തമ്മിൽ അതറിയാലോ. ശരിയല്ലേ? അതാകാൻ സാധ്യതയില്ല. കെ സുധാകരനെ മാറ്റിയാലില്ലെങ്കിലും കോൺഗ്രസിന് അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് പഴയ കോൺഗ്രസ് അല്ല. കുറച്ചുകൂടി കോൺഗ്രസ്സിന് ഗുണകരമായിട്ട് മാറുക കെ സുധാകരൻ പ്രസിഡൻ്റായിട്ട് നിലനിൽക്കുന്നതാണ്. കാരണം അതൊരു മൃദു ഹിന്ദുത്വമായിട്ടും ചില സമയത്തിൽ തീവ്ര ഹിന്ദുത്വമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നൊരു സംവിധാനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ഒരേ സമയം സംഘപരിവാറിന് അനുകൂലമായി നിലനിൽക്കുന്നു, വേറെ പക്ഷത്ത് മത തീവ്രവാദ സംഘങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിന് രണ്ടിനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റാവുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കുറച്ചുകൂടി അതിന് നയിക്കാൻ പറ്റുന്നത് കെ സുധാകരനാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഗുണം സംഘടനാപരമായിട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്നത് കെ സുധാകരൻ നിലനിൽക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല. അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലേ, മറ്റുള്ള പാർട്ടിയല്ലേ. അതുകൊണ്ട് വേറൊരു പാർട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ ഇറക്കേണ്ട കാര്യമില്ല. ആരും മാറിയാലും നിങ്ങൾക്ക് കണക്കാണ്. എനിക്കറിയാൻ മാറണ്ട. കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നല്ല ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ. കെ സുധാകരനെ ആണ് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഒക്കെ ശരിക്കും പ്രവർത്തിച്ച് ഈ ഇലക്ഷൻ പോരാഞ്ഞിട്ട് പിണറായി വിജയൻ്റെ തട്ടകത്തെ കയറി വോട്ട് പിടിച്ച് ജയിച്ച ആളാണ് കെ സുധാകരൻ. ഒരു കാരണവശാലും മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ പക്കാ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ പറയുന്നതാണ്, എനിക്കതേ പറയാനുള്ളൂ. ഇതേ നേതൃത്വം AICC എല്ലാം അറിയണം ഈ വിവരം. അവർ ചെവിയിൽ എത്തണം.